ഇതാണ് കൃത്യസമയം. മറ്റാരുമില്ല, പ്രഭാവതി മാത്രം. അവൾ എവിടെയായിരിക്കും? അകത്തുണ്ടെങ്കിൽ വെട്ടി വീഴ്ത്താം. എന്തായാലും നോക്കാം. ഇല്ല ഹരിയേട്ടാ, സിദ്ധുവും നന്ദനും പുറത്തു പോയിരിക്കുക. പിന്നെ ദേവിക ഇപ്പൊ MLA അല്ലേ, വീട്ടിലുണ്ടാവില്ലല്ലോ. ആ അതെ, സൗകര്യം പോലെ വരണം. കഴിഞ്ഞ ദിവസവും സിദ്ധു പറഞ്ഞു ചിലപ്പോ ഞാനും സിദ്ധുവും കൂടി ഓസ്ട്രേലിയയിലേക്ക് വരുമെന്ന്. 2 മാസം ഒരു ടൂർ പ്രോഗ്രാം. നന്ദനും ദേവിക ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. വെറുതെ പറഞ്ഞതല്ല, ഒരു പ്ലാനുണ്ട്. ജാനകിയെ ഞാൻ വിളിച്ചോളാം. ശരി ഹരിയേട്ടാ, ബൈ. മോളെ, അയ്യോ മാഡം ആയിരുന്നോ? മക്കളാരും ഇല്ലേ ഇവിടെ? ഇല്ല. എന്താ രാധാമണി? അല്ല, എനിക്കെന്തോ ഒരു പരിവേശം പോലെ. എന്തുപറ്റി? ഒരു ഇത്തിരി ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ല മാഡം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ഇന്നലെയാണെങ്കിൽ കുറേ പച്ചവെള്ളം കുടിച്ചു, അതിൻ്റെ ആയിരിക്കും. മാഡത്തിന് ബുദ്ധിമുട്ടാവുമോ? ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? രാധാമണി ഇരിക്കേ, ഇരിക്കേ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. കുഞ്ഞേ, വാ ഭാർഗവി. രാധാമണിക്ക് ചൂടുവെള്ളം വേണമെന്ന്. കുഞ്ഞേ, കത്തിക്കരുത്, മാറിങ്ങോട്ട്. ഗ്യാസിന്റെ മണം. ആണോ? ഇവിടെ ഉറപ്പാ ഗ്യാസ് ലീക്കാ. ഞാൻ തുറന്നില്ലല്ലോ. അയ്യോ കുഞ്ഞേ, സ്റ്റൗ തുറന്നിട്ടിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ തുറന്ന ശേഷം അടയ്ക്കാൻ മറന്നുപോയോ? ആയിരിക്കും. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ കത്തിച്ചാ മതി. കുഞ്ഞ് പോ, ചെല്ലങ്ങോട്ട് പോ കുഞ്ഞേ. അയ്യോ, ഇതൊക്കെ തുറന്നിടട്ടെ.